നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ചലച്ചിത്ര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിലിം സ്റ്റഡീസിലെ അവസാനത്തെ മൊഡ്യൂളാണ്. മൊഡ്യൂൾ നമ്പർ 4 തിരക്കഥാരചന എന്നതാണ് ഈ മൊഡ്യൂളിന്റെ പേര്. അപ്പോൾ ഈ പേര് പോലെ തന്നെ തിരക്കഥയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ സിനിമയുടെ സാങ്കേതികമായിട്ടുള്ള വിവരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂൾ ചർച്ച ചെയ്യുന്നത്. കൂടാതെ ചലച്ചിത്ര നിരൂപണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചെമ്മീൻ, കാഴ്ച എന്ന് പറയുന്ന 2 സിനിമകളിലെ തിരക്കഥയെക്കുറിച്ച് പഠിക്കാനും ഈ മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ആദ്യമായിട്ട് ഇവിടെ പറയുന്ന ടോപ്പിക് തിരക്കഥയുടെ ഘടകങ്ങൾ എന്ന ഭാഗമാണ്. അപ്പോൾ ആദ്യം എന്താണ് തിരക്കഥാ രചന എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. തിരക്കഥാ രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സിനിമയ്ക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരക്കഥയാണ്. സിനിമയുടെ ആത്മാവാണ് തിരക്കഥ, സിനിമയുടെ പ്ലാനാണ് തിരക്കഥ എന്നീ രീതിയിൽ തിരക്കഥയെ പല രീതിയിലും ആളുകൾ പറയുന്നുണ്ട്. സിനിമയെക്കുറിച്ച് നിർവചിക്കുമ്പോൾ തിരക്കഥയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങളുടെ രേഖപ്പെടുത്തലിനെ തിരക്കഥ എന്ന് പറയുന്നു എന്നും തിരക്കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. സിനിമ നിർമ്മിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു തുടക്കവും അതുപോലെ തന്നെ ഒടുക്കവും ഉള്ള ഒരു കഥ വേണം. അതിൻ്റെ തുടക്കവും ഒടുക്കവും തമ്മിൽ ഒരു ബന്ധം വേണം, ഒരു പൊരുത്തം വേണം. അപ്പോൾ ആദ്യാവസാന പൊരുത്തമുള്ള ഒരു കഥ വേണം എന്നത് നിർബന്ധമാണ്. എന്നാലാണ് ഒരു ഫീച്ചർ സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഫീച്ചർ സിനിമ സാധ്യമാവുള്ളൂ. അപ്പോൾ ഒരു തിരക്കഥയെ നമുക്ക് പറയുകയാണെങ്കിൽ സീനുകളും ഷോട്ടുകളും തീരുമാനിച്ച് ക്രമം ദീക്ഷിച്ച് തയ്യാറാക്കുന്ന രേഖയാണ് തിരക്കഥ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തിരക്കഥ അനുസരിച്ച് സിനിമ നിർമ്മിക്കുന്നു, സിനിമ ഷൂട്ട് ചെയ്യുന്നു. അതിന് ക്യാമറ പോലുള്ള സാങ്കേതിക ഉപകരണങ്ങളും ഇവിടെ ആവശ്യമാണ്. ക്യാമറയോടൊപ്പം തന്നെ ലൈറ്റിങ്ങിനായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെയുള്ള മറ്റ് അനുബന്ധ ട്രാക്ക് ആൻഡ് ട്രോളി പോലത്തെ മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഇതാണ് തിരക്കഥാ രചനയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം. ഇനി അതുപോലെ തന്നെ തിരക്കഥയിലെ ചില സാങ്കേതിക സംജ്ഞകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അതായത് ചില പ്രിൻസിപ്പിൾ നമുക്ക് പരിചയപ്പെടാം. അതായത് എന്താണ് പ്രമേയം എന്നത് തിരക്കഥാ രചനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന എന്താണ് എന്നതിനെയാണ് നമ്മൾ പ്രമേയം എന്ന് തിരക്കഥാ രചനയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി എന്താണ് ഇതിവൃത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥ എങ്ങനെ പറയണം, ആരിലൂടെ പറയണം എന്നൊക്കെ ആലോചിച്ച് ഉറപ്പിക്കുന്നതാണ് ഇതിവൃത്തം. ഇനി ട്രീറ്റ്മെന്റ്, ഇതെല്ലാം തിരക്കഥ രചനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽ പറഞ്ഞ ഇതിവൃത്തത്തെക്കുറിച്ച് തയ്യാറാക്കുന്ന ചിത്രണരേഖയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ടുള്ള ആസൂത്രണം ചെയ്തിട്ടുള്ള സീനുകളും ഷോട്ടുകളും ക്രമത്തിൽ തയ്യാറാക്കുന്ന രേഖയെ നമ്മൾ തിരക്കഥ എന്ന് പറയുന്നത്. അപ്പൊ തിരക്കഥ എന്ന് പറയുന്ന തിരക്കഥയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രമേയമുണ്ട്, പിന്നെ അതിനുശേഷം ഇതിവൃത്തമുണ്ട്, അതിനുശേഷം ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനുശേഷമാണ് നമ്മുടെ തിരക്കഥയിലേക്ക് എത്തുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി തിരക്കഥയ്ക്കുള്ളില് 5 ഘടകങ്ങൾ കടന്നു പോകുന്നു എന്നത് നമ്മൾ പറയുന്നുണ്ട്, അഥവാ 5 ഘട്ടങ്ങൾ. അതിനാദ്യം ഇതിവൃത്തം എന്ന് പറയുന്നു, പിന്നീട് വൺ ലൈൻ എന്ന് പറയുന്നു, പിന്നീട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നു, പിന്നെ തിരക്കഥ എന്ന് പറയുന്നു, പിന്നെ സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നു. ഇതിൽ ആദ്യത്തെ ഇതിവൃത്തം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടി നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ കഥ കണ്ടെത്തി വിശ്വസനീയമായ രീതിയിൽ എഴുതുക എന്നതാണ് ഇതിവൃത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വൺ ലൈൻ ആണ്. വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ നിലയിൽ കഥയെ വിവരിക്കുക എന്നതാണ്. അതിന്റെ ആ പേരിൽ തന്നെ അതിന്റെ സൂചകമുണ്ട്, അതെന്താണെന്നുള്ളത് അർത്ഥമാക്കുന്ന സൂചകമുണ്ട്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കഥയെ ഷോട്ടുകളാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ കഥയെ ഷോട്ടുകളാക്കി മാറ്റി സിനിമ ഹാസ്യമാണോ ഗൗരവമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീമാണോ എന്നത് തീരുമാനിക്കുന്നതാണ്
ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി തിരക്കഥാ സംഭാഷണം എന്ന് പറയുന്നത് സീനുകൾ നടക്കുന്ന സമയം, കാലം, സംഭാഷണം, ക്യാമറ ആംഗിൾ എന്നിവയെ രേഖപ്പെടുത്തുന്നതാണ്. സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രീകരിക്കേണ്ട രംഗത്തിന്റെ പൂർണ്ണ രൂപം നൽകുന്നതാണ് സ്റ്റോറി ബോർഡ്. ഇത് തിരക്കഥയിലെ മറ്റ് 5 ഘടകങ്ങളാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ തിരക്കഥാ രചനയുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ വിശദമാക്കുക എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഒരു 5 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ്. സിനിമാ ഘട്ടങ്ങൾ. എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് രൂപം കൊള്ളുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഘട്ടമാണ് സിനിമാ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. സിനിമയ്ക്ക് അടിസ്ഥാനമായിട്ട് സിനിമ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ രൂപം കൊള്ളുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടം ആശയ വികാസം എന്നാണ് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ഡെവലപ്മെന്റ് എന്ന് പറയും. ഡെവലപ്മെന്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആസൂത്രണമാണ്, പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേജ് ഉൽപാദനമാണ്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നു. നാലാമത്തെ സ്റ്റേജ് പുനരുൽപാദനം എന്നാണ് പറയുന്നത്. ഇതിനെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയും. അഞ്ചാമത്തെ ഘട്ടമാണ് വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി ഇതെല്ലാം 5 എണ്ണം എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ആശയ വികാസം എന്ന് പറയുന്നത് ഇതിൽ ആദ്യത്തെ ഘട്ടമാണ്. അതായത് ഒരു തിരക്കഥ രചിക്കുന്ന ഘട്ടമാണ് ഈ ആശയ വികാസം എന്ന് പറയുന്നത്. കാരണം ഒരു സംവിധായകനിൽ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിൽ ആശയം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു കഥയ്ക്കുള്ള സ്കോപ്പ് വരുന്ന ഒരു ഘട്ടമാണ് ആശയവികാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് ആസൂത്രണം, പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഘട്ടം സിനിമ ഡിസൈൻ ചെയ്യലാണ് ഇവിടെ നടക്കുന്നത്. അതായത് സാങ്കേതികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലൊക്കേഷൻ കണ്ടെത്തണം, കാസ്റ്റിംഗ് കണ്ടെത്തണം, അതുപോലെ തന്നെ എത്ര തരം ക്യാമറകൾ ഇതിന് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, സിനിമയുടെ ബഡ്ജറ്റ് ഇടണം, അതുപോലെ തന്നെ സിനിമയുടെ ഓഫീസ് അനുബന്ധ കാര്യങ്ങൾ, അതുപോലെ തന്നെ സിനിമയെ റിലീസിങ്ങിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിതരണ കാര്യമായിട്ടുള്ള ഡീലിങ്ങുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളുണ്ട് ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വർക്ക്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെ സംബന്ധിച്ച് പ്രൊഡക്ഷനേക്കാൾ പ്രധാനപ്പെട്ടുള്ള ഒരു വർക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റേജ് ഉൽപാദനം, പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അതായത് സിനിമയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞു, കഥാപാത്രങ്ങളും അഭിനേതാക്കളും അതുപോലെ തന്നെ കാസ്റ്റും ലൊക്കേഷനും എല്ലാം റെഡി ആയി കഴിഞ്ഞു, ക്യാമറയൊക്കെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓരോരോ സീനുകളായിട്ട് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉൽപാദനം എന്ന് പറയുന്ന പ്രൊഡക്ഷൻ സ്റ്റേജിൽ നടക്കുന്നത്. നാലാമത്തെ സ്റ്റേജ് പുനരുൽപാദനമാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉദ്ദേശിക്കുന്നത് സിനിമയെ അപഗ്രഥിച്ച് എഡിറ്റിംഗ് ചെയ്യുന്ന ഘട്ടമാണ്. അതായത് സിനിമയിൽ ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ടാവും. ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് സിനിമയ്ക്ക് ആവശ്യമുള്ളൂ. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമകളാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ 2.5 മണിക്കൂറിലേക്ക് ചുരുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നഷ്ടമാവാതെ സിനിമയെ ഒരു വെട്ടിയെടുക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നാലാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. അവസാന ഘട്ടമാണ് വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ റിലീസ് ചെയ്യുന്ന ആ ഘട്ടമാണ്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിലറുകൾ, അതുപോലെ തന്നെ പ്രസ് റിലീസുകൾ, ടീസറുകൾ, ഇതൊക്കെ വിതരണം ചെയ്യുന്ന ഘട്ടമാണ് വിതരണം എന്ന് പറയുന്ന ഘട്ടം. ഇങ്ങനെ 5 തരത്തിലാണ് ഒരു സിനിമ രൂപപ്പെടുന്നത്. ഈ 5 ഘട്ടങ്ങളിലൂടെയാണ് സിനിമ രൂപപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ഒരു മിനിറ്റ് നിങ്ങളതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതൊന്ന് ചിന്തിച്ച് മനസ്സിൽ ഫീഡ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഭാഗം കേട്ടാൽ മതി. ഒറ്റ ഇരിപ്പിൽ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സമയമെടുത്ത് കേൾക്കുക. നാളെയാണ് നമ്മുടെ എക്സാം. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ടിരുന്ന് കേൾക്കുക. ഇപ്പോൾ ഇതിന്നൊക്കെ ഒരു 5 ആൻസർ അല്ലെങ്കിൽ 5 സ്കോർ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ സിനിമയുടെ 5 ഘട്ടങ്ങൾ, സിനിമാ നിർമ്മാണത്തിന്റെ 5 ഘട്ടങ്ങൾ വിശദമാക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരിക. അപ്പോൾ ഈ ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഇനി അനുകൽപ്പനം അഥവാ അഡാപ്റ്റേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അനുകൽപ്പനത്തെ കുറിച്ച് നമ്മൾ വളരെ ലളിതമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിർവചിക്കുമ്പോൾ അതിനെ പറയാൻ പറ്റുന്നത് ഒരു മാധ്യമത്തിലൂടെ ആവിഷ്കരിച്ച ആശയത്തെ
മറ്റൊരു മാധ്യമത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന രീതിക്കാണ് അനുകൽപ്പനം എന്ന് പറയുന്നത്. നമ്മുടെ മലയാള സിനിമകളൊക്കെ ഈ അനുകൽപ്പനങ്ങളാണ് എന്നത് നമുക്ക് പറയാൻ പറ്റും ഭൂരിഭാഗവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ഫിലിം നമ്മൾ മുൻ മൊഡ്യൂളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷെ ഈ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആധാരമായിട്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വൈക്കം മുഹമ്മദ് ബഷീറാണ് എഴുതിയത്. ആ നോവലിന്റെ പേര് നീലവെളിച്ചത്തിൽ എന്നതാണ്. അപ്പോ ഈ ഭാർഗവി നിലയത്തിലെ കഥ ഓൾറെഡി, അതായത് മുമ്പ് തന്നെ അത് പ്രകാശിപ്പിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അത് നോവലിന്റെ രൂപത്തിലായിരുന്നു, അത് ഭാഷയുടെ രൂപത്തിലായിരുന്നു. പിന്നീട് അത് നോവൽ എന്ന് പറയുന്ന നോവൽ ഒരു മാധ്യമമാണെങ്കിൽ മറ്റൊരു മാധ്യമം ആണ് സിനിമ, ചലച്ചിത്രം. ചലച്ചിത്രം വേറൊരു മാധ്യമമാണ്, അതൊരു ദൃശ്യകലയാണ്. നോവൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹിത്യകലയാണ്. അപ്പോ സാഹിത്യത്തിൽ ഓൾറെഡി നിലവിൽ പ്രകാശിപ്പിച്ചത് സിനിമയിലേക്ക് മാറ്റുന്നു, സിനിമയിലേക്ക് ദൃശ്യവൽക്കരിക്കുന്നു. അപ്പൊ ഇതാണ് അനുകൽപ്പന എന്ന് പറയുന്നത്. ഒരു തരത്തിലൊരു വിവർത്തനം എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. ഈ അനുകൽപ്പനത്തെ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന വ്യക്തി 3 തരത്തില് അനുകൽപ്പനത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ജോൺ ഡ്രൈഡൻ പറയുന്നത് പദാനുപത വിവർത്തനം, അതുപോലെ തന്നെ പരിഭാഷ, അതുപോലെ തന്നെ അനുകരണം എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പദാനുപത വിവർത്തനം എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. പദാനുപത വിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് ബൈ വേർഡ്, അതായത് മൂലകൃതിയിലെ വാക്കുകളും വരികളും അതേപോലെ മറ്റൊരു ഭാഷയിലേക്ക് പകർത്തുന്നതാണ് പദാനുപത വിവർത്തനം എന്ന് പറയുന്നത്. രണ്ടാമത്തത് പരിഭാഷയാണ് നമ്മൾ പറഞ്ഞത്. പരിഭാഷ എന്ന് പറഞ്ഞാൽ മൂലഭാഷയിലെ എല്ലാ വാക്യങ്ങളും പദാനുപതമായിട്ട് പകർത്താതെ എന്നാൽ അതിലെ ആശയത്തിന് കോട്ടം വരാതെ നടത്തുന്ന വിവർത്തനമാണ് ഈ പരിഭാഷ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വിവർത്തനത്തിലെ അനുകരണം എന്ന് പറയുന്ന സ്റ്റേജിനെ കുറിച്ച് ജോൺ ഡ്രൈഡൻ പറയുന്നുണ്ട്. അനുകരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂലകൃതിയുടെ ആത്മാവ് നഷ്ടപ്പെടാതെ വിവർത്തൻ പൂർണ്ണ സ്വാതന്ത്ര്യം എടുത്ത് നടത്തുന്ന വിവർത്തനത്തെയാണ് അനുകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള അനുകൽപ്പനങ്ങൾ ഉണ്ട് എന്ന് ജോൺ ഡ്രൈഡൻ പറയുന്നു. എന്നാൽ മറ്റൊരു ചിന്തകനായിട്ടുള്ള ജെഫ്രി വാഗ്നറും ഇതുപോലെ 3 തരം അനുകൽപ്പനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 വിവർത്തനം എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 2 വിവരണം എന്ന് പറയുന്നു. 3 സാദൃശ്യം എന്ന് പറയുന്നു. ഇതിൽ വിവർത്തനം എന്ന് പറഞ്ഞാൽ കൃതിയെ നേരിട്ട് തിരശ്ശീലയിൽ എത്തിക്കുന്നതാണ്. വിവരണം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമോ അല്ലാതെയോ മൂലകൃതിയെ മാറ്റി അവതരിപ്പിക്കുന്നു എന്നതിനെയാണ് ഇവിടെ വിവരണം എന്ന് പറയുന്നത്. സാദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകൃതിയുടെ ആത്മാവ് നഷ്ടപ്പെടാതെ അതിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു സൃഷ്ടി നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ജെഫ്രി വാഗ്നർ പറയുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചിന്തകന്മാർ ഈ അനുകൽപ്പനങ്ങളെ വിവിധ തരത്തിലായിട്ട് വർഗീകരിച്ചതായിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വിശദമാക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിക് ഒരു എസ്സേ ടോപ്പിക് ആയിട്ടാണ് ചോദ്യമായിട്ട് വരിക. ഈ അനുകൽപ്പനങ്ങൾ കഥയിൽ നിന്നും കവിതയിൽ നിന്നും നോവലിൽ നിന്നും നാടകത്തിൽ നിന്നും അങ്ങനെ എല്ലാ സാഹിത്യ ശാഖകളിൽ നിന്നും ഒക്കെ അനുകൽപ്പനങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ അനുകൽപ്പന ഉണ്ടാവുന്നത് സാഹിത്യകൃതികളിൽ വളരെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള വളരെ വിജയിച്ച നോവലുകളും കഥകളും ഒക്കെയാണ് സിനിമയ്ക്ക് എടുക്കുന്നത് എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു വാണിജ്യ താല്പര്യമുണ്ട്. സാമ്പത്തിക ലാഭം ഉണ്ടായാൽ മാത്രമേ സിനിമ നിലനിൽക്കുകയുള്ളൂ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. മലയാളത്തിൽ ഇത്തരത്തിൽ അനുകൽപ്പന ചെയ്യപ്പെട്ട സിനിമയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാർഗവി നിലയം. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്നേഹസീമ, ന്യൂസ് പേപ്പർ ബോയ്, അതുപോലെ തന്നെ പി രാമദാസിന്റെ കമ്പോസിറ്റർ, ബിസിനസ്, അതുപോലെ തന്നെ ബഷീറിന്റെ ബാല്യകാലസഖി, അതുപോലെ തന്നെ ബഷീറിന്റെ തന്നെ മതിലുകൾ, പിന്നെ ബഷീറിന്റെ തന്നെ നീലവെളിച്ചത്തിൽ ആണ് പിന്നീട് ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമയായത്. തകഴിയുടെ ചെമ്മീൻ അത് സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ചെമ്മീൻ എന്ന് പറയുന്ന നോവല് പിന്നീട് സിനിമയായിട്ടുണ്ട്. പിന്നെ പി വത്സരയുടെ നെല്ല് എന്ന് പറയുന്ന നോവല് പിന്നീട് ആ പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട്. ഇനി ബെന്യാമിന്റെ ആടുജീവിതം, അത് ഒരു നോവലായിരുന്നു. അത് പിന്നീട് ബ്ലസി ആടുജീവിതം എന്ന പേരിൽ തന്നെ ഒരു സിനിമയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അനുകൽപ്പനത്തിന്റെ ഉദാഹരണമാണ്.
അപ്പോൾ എന്താ അനുകൽപ്പന എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സാമാന്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു മാധ്യമത്തിൽ അവതരിപ്പിച്ച ഒരു ആശയം അല്ലെങ്കിൽ ഒരു കൃതി മറ്റൊരു മാധ്യമത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിനെയാണ് അനുകൽപ്പനം എന്ന് പറയുന്നത്. ഇപ്പൊ നോവൽ സിനിമയാവുന്നു എന്നൊക്കെ പറയുന്ന പോലെ, നാടകം സിനിമയാവുന്നു എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ഒരു 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെയോ ഒക്കെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ഫ്രെയിം എന്താണെന്നും വിവിധ തരം ഷോട്ടുകൾ എന്താണെന്നും മനസ്സിലാക്കാം. ഇത് ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് ഫ്രെയിം, അതുപോലെ തന്നെ ഷോട്ടുകൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഷോട്ട് എന്താണെന്ന് പരിചയപ്പെടാം. ഷോട്ട് എന്ന് പറഞ്ഞാൽ സിനിമയിലെ അടിസ്ഥാന യൂണിറ്റ് ആണെന്ന് പറയുന്നത് ഷോട്ട്. ഇങ്ങനെ പല ഷോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഈ ഷോട്ടുകളുടെ ദൈർഘ്യം സംവിധായകരുടെ രീതിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ് പറയുന്നത്. ഈ ഷോട്ടുകളുടെ ദൈർഘ്യം കൂടി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈർഘ്യമുള്ള ഷോട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവയുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ഷോട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ദൈർഘ്യം കുറഞ്ഞ ഷോട്ടുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ ഷോട്ടുകളുടെ എണ്ണം കൂടുന്നാണ് പറയുന്നത്. എന്നാൽ ദൈർഘ്യം കൂടിയ ഷോട്ടുകളാണെങ്കിൽ എണ്ണം കുറവുമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 5 മിനിറ്റിന്റെ ഒരു ഷോട്ടാണെങ്കിൽ 2.5 മണിക്കൂർ സിനിമയ്ക്ക് 5 മിനിറ്റിന്റെ ഷോട്ടുകളാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു 100-ലധികം ഷോട്ടുകൾ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഒരു 10 മിനിറ്റിന്റെ ഷോട്ട് വെച്ചിട്ടാണ് ഓരോ ഭാഗം ഷൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 100 എന്നുള്ളത് 50 ആയിട്ട് ചുരുങ്ങും. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഫ്രെയിം എന്താണെന്ന് ചോദിക്കുക. ഫ്രെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവും അത് വ്യാപരിക്കുന്ന ഒരു പ്രതലവും അതിന് വേണ്ട പശ്ചാത്തലവും കൂടുന്നതാണ് ഒരു ഫ്രെയിം എന്നാണ് പറയുന്നത്. അതായത് ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ക്രീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് ഫ്രെയിം എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ദൃശ്യത്തിന്റെ ഒരു രൂപത്തെയാണ് ഇവിടെ ഫ്രെയിം എന്നത് സിനിമയിൽ പറയുന്നത്. ഒരു ഇമേജ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു സിനിമയിൽ ഒരു ഷോട്ടിൽ ഒരു 24 ഫ്രെയിമുകളാണ് സാധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി വിവിധ തരം ഷോട്ടുകൾ എന്താന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. സിനിമയിൽ ഒരു നിരവധിയായിട്ടുള്ള ഷോട്ടുകൾ ഉണ്ട്. ഈ ഷോട്ടുകൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ അല്ലെങ്കിൽ നിർവചനം ഒന്നും ഇവിടെ നമുക്ക് പഠിക്കാനില്ല. പേരുകൾ മാത്രം നമുക്ക് സാമാന്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ആദ്യമായിട്ട് എക്സ്ട്രീം ലോങ് ഷോട്ട്, രണ്ടാമത് ലോങ് ഷോട്ട്, മൂന്നാമത് മീഡിയം ലോങ് ഷോട്ട്, നാലാമത് മീഡിയം ഷോട്ട്, അഞ്ചാമത് മീഡിയം ക്ലോസപ്പ് ഷോട്ട്, ആറാമത് ക്ലോസപ്പ് ഷോട്ട്, ഏഴാമത് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്, എട്ടാമത് മൈക്രോ ക്ലോസപ്പ് ഷോട്ട് എന്നാണ് പറയുന്നത്. ഇതിനെ മലയാളത്തിൽ അതിവിദൂര ദൃശ്യം, വിദൂര ദൃശ്യം, മീഡിയം ലോങ് ഷോട്ട്, മീഡിയം ക്ലോസ് ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട്, എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്, മൈക്രോ ക്ലോസപ്പ് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതാണ് വിവിധ തരം ഷോട്ടുകൾ 8ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സീൻ എന്താ, സീക്വൻസ് എന്താ എന്നുള്ളത് മനസ്സിലാക്കാം. സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു തിരക്കഥയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് നടക്കുന്ന സംഭവങ്ങളെയാണ് ഒരു സീൻ എന്ന് പറയുന്നത്. ഇവിടെ കഥാപാത്രങ്ങൾ, സംഭാഷണങ്ങൾ, പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ, ഉപകരണങ്ങൾ, സ്ഥലം, സമയം, ഇങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു സംഭവം വിവരിക്കുന്ന ഒരു ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചെറിയ ഘടകമാണ് സീൻ. സിനിമയുടെ ഒന്നാമത്തെ യൂണിറ്റ് ഫ്രെയിം ആണെങ്കിൽ ഇതിലെ അടിസ്ഥാന യൂണിറ്റ്, ഏറ്റവും ചെറിയ യൂണിറ്റ് സീൻ എന്ന് പറയും. നിരവധി ഫ്രെയിമുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ഷോട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഷോട്ടുകൾ കൂടിച്ചേരുമ്പോൾ ഒരു സീൻ ഉണ്ടാവുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സീനുകൾ കൂടിച്ചേരുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ടാവുന്നു. ഈ നിരവധിയായിട്ടുള്ള സീക്വൻസ് കൂടിച്ചേരുമ്പോൾ ഒരു സിനിമ ഉണ്ടാവുന്നു എന്നതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സീൻ എന്താണെന്ന്, സീക്വൻസ് എന്താണെന്നുള്ളതും ഇവിടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. മൊണ്ടാഷ്. എന്താണ് മൊണ്ടാഷ് എന്നാണ് പറയുന്നത്. മൊണ്ടാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടെത്തിയത് ഒരു റഷ്യക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഐസൻസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹമാണ് മൊണ്ടാഷ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു ലോ, സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ളൊരു കണ്ടെത്തിയത്.
ഈ മൊണ്ടാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥരഹിതമായിട്ടുള്ള നിരവധി ഷോട്ടുകൾ ഒത്തുവരുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവുന്നു എന്നത് അദ്ദേഹം കണ്ടെത്തുകയാണ്. അതായത് സിനിമയ്ക്ക് നമ്മളിപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സിനിമയെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഷോട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഷോട്ടുകൾ കഥയുമായിട്ട് ബന്ധമുള്ള ഷോട്ടുകളായിരിക്കും നമ്മൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഒരു വ്യത്യസ്ത ടൈമിലൊക്കെയാവും ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്ലൈമാക്സ് ആദ്യം ഷൂട്ട് ചെയ്യും ചിലപ്പോൾ. അത് കഴിഞ്ഞ് അതിൻ്റെ തുടക്കം ഇൻട്രൊഡക്ഷൻ ആദ്യം ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അതിന് ശേഷമാവും ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം കൂട്ടിച്ചേരുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഇത് അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ചില സിനിമകളിൽ ആണ് ഇത് അദ്ദേഹം കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. അതായത് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന് പറയുന്ന സിനിമയിൽ, ഒരു റഷ്യൻ സിനിമയാണ്. ആ സിനിമയിൽ ഇവിടെ ഒരു പട്ടാള സിനിമയാണ്. അതിൽ പട്ടാളം നടത്തിയ കൂട്ടക്കൊലയെ തുടർന്ന് വിപ്ലവകാരികൾ തിരിച്ചടിക്കാൻ ആരംഭിക്കുന്ന ഒരു രംഗം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ തിരിച്ചടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ശിലാസിംഹം തടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതിന്റെ 3 ഷോട്ടുകൾ ഐസൻസ്റ്റീൻ ഇടയ്ക്ക് ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ ഈ സീനുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം വിപ്ലവകാരികളും അതുപോലെ തന്നെ ഈ പട്ടാളക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒരു സിംഹം തടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് പ്രത്യക്ഷത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ആ സിംഹത്തിന്റെ ഗർജനവും സിംഹം തടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിപ്ലവകാരികളുമായി ബന്ധിച്ചപ്പോൾ അതിന് വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത്. പ്രേക്ഷകരിലൊക്കെ ഒരു ആവേശം ഉണ്ടാക്കാൻ ഈ ഒരു സീൻ കൂട്ടിച്ചേർത്തത് കൊണ്ട് ഗുണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഷോട്ടുകൾ കൂടിച്ചേരുമ്പോൾ ഒരു അർത്ഥം ഉണ്ടാവുന്നു. ഈ ഒരു അർത്ഥത്തെയാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മലയാള സിനിമയിലൊക്കെ ഇത്തരത്തിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദുഃഖം വരുന്ന സമയത്ത് കടലിലെ തിരമാലകൾ വന്ന് അലയടിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ വിളക്ക് കെടുന്നതൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വിളക്ക് കെടുന്നത് ഈ സീനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അവിടെ പ്രകാശം കെടുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ ഒരു സങ്കടത്തിൻ്റെ ഒരു ദൃശ്യാനുവൽക്കരണം അല്ലെങ്കിൽ ഒരു ദൃശ്യവൽക്കരണമാണ് അവിടെ നടക്കുന്നത്. അതിനെ ഒന്നുകൂടി ആ സങ്കടത്തെ ഒന്നും കൂടി പൊലിപ്പിക്കുക എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് സിനിമയെ ഒന്നുകൂടി ഒരു ദൃശ്യാനുഭൂതി സിനിമയിലേക്ക് കൊണ്ടുവരാൻ മൊണ്ടാഷ് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മൊണ്ടാഷ് എന്ന് പറയുന്നത്. ഇത് എഡിറ്റിങ്ങിന്റെ ഘട്ടത്തിലാണ് ഈ മൊണ്ടാഷ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലോയുടെ ആവശ്യകത വരുന്നത്. 5 തരത്തിലുള്ള മൊണ്ടാഷുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ മൊണ്ടാഷുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെട്രിക് മൊണ്ടാഷ്, റിതമിക് മൊണ്ടാഷ്, ടോണൽ മൊണ്ടാഷ്, ഓവർ ടോണൽ മൊണ്ടാഷ്, ഇന്റലക്ച്വൽ മൊണ്ടാഷ് എന്നിങ്ങനെയാണ് പറയുന്നത്. ഈ 5 നിർവചനം ഒന്നും നമുക്ക് പഠിക്കാനില്ല. 5 മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഒരു 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും, എത്ര തരം മൊണ്ടാഷ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ 5 തരത്തിലുള്ള മൊണ്ടാഷ് നമ്മൾ പറഞ്ഞാൽ മതി, എഴുതിയാൽ മതി. ഇനി നമുക്ക് ഇതിലെ ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന 10 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്നത്. ചലച്ചിത്ര നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരൂപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നിരൂപണം എന്ന് പറഞ്ഞാൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംജ്ഞയാണ്. അതൊരു വിമർശനം എന്ന് വേണമെങ്കിൽ പറയാം, ക്രിറ്റിസിസം. ഇപ്പോൾ അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാ, നമ്മളൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ആ പുസ്തകത്തിന്റെ പോരായ്മകൾ, അതുപോലെ തന്നെ ആ പുസ്തകത്തിന്റെ മേന്മകൾ, നെഗറ്റീവ് പോസിറ്റീവ്, ഇതെല്ലാം എഴുതുന്നതിനെയാണ് പുസ്തക നിരൂപണം എന്ന് പറയുന്നത്. സാഹിത്യത്തിൽ ഇങ്ങനെ ഒരുപാട് നിരൂപണങ്ങളുണ്ട്. നോവൽ വായിച്ച് നിരൂപണം ചെയ്യുന്നതിന് നോവൽ നിരൂപണം എന്ന് പറയുന്നു. കഥ വായിച്ച് കഥയെ നിരൂപണം ചെയ്യുന്നതിന് കഥാനിരൂപണം എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ സിനിമയിലും നിരൂപണം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സിനിമകൾ കണ്ടിട്ട് ആ സിനിമയെ കുറിച്ചിട്ട് എഴുതുക. പഴയ കാലത്ത് എഴുതുകയായിരുന്നു. കാരണം പഴയ കാലത്ത് ഈ ധാരാളം ചലച്ചിത്ര മാസികകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചലച്ചിത്ര മാസികകളൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന റിലീസായിട്ടുള്ള സിനിമകളെ കുറിച്ചൊക്കെ നിരൂപകർ ഈ സിനിമ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതും. സിനിമ നല്ലതാണോ, കലാപരമായിട്ട് നല്ലതാണോ, സാങ്കേതികപരമായിട്ട് നല്ലതാണോ എന്നൊക്കെ
ആ സിനിമയെക്കുറിച്ച് വളരെ വിശദമായി കണ്ട് പഠിച്ച് അവരെഴുതും എന്നാണ് പറയുന്നത്. ഇക്കാലത്ത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അതൊക്കെ യൂട്യൂബിൽ സിനിമയെക്കുറിച്ച് റിവ്യൂ ഒക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മൾക്ക് അറിയാം. ഇപ്പോൾ അശ്വന്ത് കോക്കിനെ പോലുള്ള ആളുകളൊക്കെ വളരെ സജീവമായിട്ട് വളരെ ഫേമസ് ആണ്. അദ്ദേഹം അതിൻ്റെ റിവ്യൂ കണ്ടിട്ടൊക്കെ പല ആളുകളും സിനിമ പോണോ പോണ്ടേ എന്ന് വരെ തീരുമാനിക്കുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. പല വളരെ വിവാദമാവുന്നുണ്ട്. പല സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, റിവ്യൂ കണ്ടിട്ടാവരുത്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾ പറയേണ്ടത്, അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് സിനിമയ്ക്ക് പോകരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വളരെ ക്രിയാത്മകമായിട്ട് ചെയ്യുന്ന നിരൂപണങ്ങൾ അല്ലെങ്കിൽ റിവ്യൂകൾ നല്ലതാണ്. കാരണം ഒരു കലയെ പോഷിപ്പിക്കുന്നതാണത്. കൺസ്ട്രക്റ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ചലച്ചിത്ര നിരൂപണം എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ ചലച്ചിത്ര നിരൂപണത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതായത് ആദ്യകാല ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ പഠിക്കാനുണ്ട്. ആദ്യകാലത്തെ ചലച്ചിത്ര നിരൂപണങ്ങളൊക്കെ വളരെ ശുഷ്കമായിരുന്നു, വളരെ കുറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ ചെറിയതായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ സിനിമാ നിരൂപണം ഒരു രണ്ടാംകിട ഏർപ്പാടാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത്. കാരണം സാഹിത്യ നിരൂപണത്തിന്റെ അത്ര ഒരു സ്വീകാര്യത പഴയ കാലത്ത് സിനിമാ നിരൂപണത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആരും അങ്ങനെ സിനിമയെ കുറിച്ചിട്ട് വായിച്ചിട്ടൊന്നും സിനിമ കാണാൻ പോകാറില്ല. കാരണം സിനിമ നേരിട്ട് പോയി കണ്ട് ആസ്വദിച്ച് അതിൻ്റെ അഭിപ്രായം ആളുകൾ പറയുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെച്ചത് വായിക്കാനൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു മേഖലയിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ചരിത്രത്തിൽ. ആ ആളുകളെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യകാല നിരൂപണത്തിൽ. ആരൊക്കെയോ ചോദിച്ചു കഴിഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപതിപ്പിൽ വേലപ്പൻ ആലപ്പാട് എന്ന് പറയുന്ന ഒരു വ്യക്തി, OP ജോസഫ് എന്നീ ആളുകളൊക്കെ മലയാളത്തിലെ ആദ്യകാലത്തെ ചലച്ചിത്ര നിരൂപകരാണെന്നാണ് പറയുന്നത്. ഈ രണ്ട് വ്യക്തികള് യുക്തറിവാസു യുക്തിവാറിസു എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു തമിഴ് സിനിമയാണ് യുക്തിവാറിസു. ഈ യുക്തിവാറിസു എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് വേലപ്പൻ ആലപ്പാട് ഒരു റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു നിരൂപണം എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ റാഷമോൺ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് OP ജോസഫ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആദ്യകാലത്തെ സിനിമ നിരൂപണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഫസർ S ഗുപ്തൻ നായരൊക്കെ സിനിമാ നിരൂപണത്തെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായിട്ടൊക്കെ പറയുന്നുണ്ട്. ചലച്ചിത്ര നിരൂപണം സാഹിത്യ നിരൂപണത്തെക്കാൾ വളരെ ക്ലേശകരമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ആദ്യകാല നിരൂപണത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് ഒരു ടോപ്പിക്ക് വന്ന് എഴുതാവുന്നതാണ്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ നിരൂപണത്തെ കുറിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അപ്പുറത്ത് ചോയ്സ് ആയിട്ട് വേറെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഈ ചോദ്യം അവഗണിക്കാവും നല്ലത്. കാരണം ഈ ഒരു ഭാഗം കുറച്ച് കാഠിന്യമേറിയതാണ്. കാരണം ചലച്ചിത്ര നിരൂപണത്തെ കുറിച്ച് പറയുമ്പോൾ ധാരാളം വ്യക്തികളെ നിങ്ങളത് എഴുതേണ്ടതായിട്ട് വരും, കാണാപ്പാഠം പഠിച്ചിട്ട്. ഒന്നൊന്നല്ല, ഒരുപാട് വ്യക്തികളുണ്ട്. ഇനി നമ്മൾ മൂർക്കോത്ത് കുഞ്ഞപ്പ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് MT വാസുദേവൻ നായർ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മലയാളത്തിലുണ്ടായ ആദ്യത്തെ സിനിമാ സാഹിത്യ ഗ്രന്ഥം നാഗവള്ളി RS കുറുപ്പിന്റെ ചലച്ചിത്രകല എന്ന് പറയുന്ന പുസ്തകമാണെന്നുള്ളത് ഈ ആദ്യകാല നിരൂപണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെത്തല്ലൂർ KR എന്ന് പറയുന്ന ഒരു വ്യക്തി ചലച്ചിത്ര ദർപ്പണം എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ചലച്ചിത്ര സങ്കേതങ്ങളെ കുറിച്ചുള്ള ആധികാരികമായിട്ട് അറിവ് നൽകുന്ന ഒരു ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു ചരിത്രം അവിടെ ആദ്യകാല ചലച്ചിത്ര നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ആദ്യകാലത്തെ രണ്ട് പ്രമുഖരായിട്ടുള്ള നിരൂപകരെയും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സിനിക് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന M വാസുദേവൻ നായർ. രണ്ടാമത് കോഴിക്കോടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന K അപ്പുക്കുട്ടൻ നായർ. ഈ രണ്ട് വ്യക്തികളുടെ ഒരു ജീവചരിത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സിനിക്കിനെ പരിചയപ്പെടാം. സിനിക്ക് 1951 മുതൽ 1956 വരെ മിക്ക സിനിമ ആഴ്ചപ്പതിപ്പുകളിലും മാസികകളിലും ഒക്കെ ചലച്ചിത്ര ചിന്തകൾ എന്ന പേരിൽ
പുസ്തകം രചിക്കുകയും ഒരുപാട് ആഴ്ചപ്പതിപ്പിൽ ഒരുപാട് സിനിമാ നിരൂപണങ്ങൾ എഴുതിയ വ്യക്തി കൂടി ആണ് സിനിക്ക് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു മികച്ച ആദ്യകാലത്തെ സിനിമാ നിരൂപകനാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം മലയാള സിനിമ എന്ന് പറയുന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചലച്ചിത്ര ചിന്തകൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. 42 സിനിമകളെ കുറിച്ചിട്ട് അദ്ദേഹം ഫിലിം ഗാലറി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സിനിമ സൗന്ദര്യവും വൈരുദ്ധ്യവും എന്ന് പറയുന്ന പുസ്തകമൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ നിരൂപണത്തിലെ സമാഹാരങ്ങളായിട്ടും പറയുന്നുണ്ട്. നിഴലുകൾ പൊയ്മുഖങ്ങൾ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം ആദ്യകാലത്തെ മികച്ച ഒരു ചലച്ചിത്ര നിരൂപകനാണ് എന്നത് ഇവിടെ പറയുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കോഴിക്കോടിനെ പരിചയപ്പെടാം. കെ അപ്പുകുട്ടൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം. അദ്ദേഹം സിനിമാ നിരൂപണം വളരെ മുമ്പ് തുടങ്ങിയെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോഴിക്കോടിൻ്റെ ആദ്യത്തെ പുസ്തകം പുറത്തു വരുന്നത് 1982 പറയുന്നത്. അത് മാതൃഭൂമിയിലാണ് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ബഷീറിന്റെ ഭാർഗവി നിലയം, നിണമണിഞ്ഞ കാൽപ്പാടുകൾ, കേശവദേവന്റെ ഓടയിൽ നിന്ന്, അതുപോലെ തന്നെ അനുഭവം പാളിച്ചകൾ പോലുള്ള ഒരുപാട് സിനിമകൾക്ക് റിവ്യൂ എഴുതിയിട്ടുള്ള, നിരൂപണം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അദ്ദേഹം കൂടുതലായിട്ട് ബ്രിട്ടീഷ് അമേരിക്കൻ, അതായത് ഒരു ഫോറിൻ സിനിമകളോടാണ് കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫോറിൻ സിനിമകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മലയാള ചലച്ചിത്രങ്ങൾക്കൊന്നും അദ്ദേഹം കൂടുതലായിട്ട് ഒരു പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ചലച്ചിത്രജാലകം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് സമകാല നിരൂപണം, അതായത് ആധുനിക നിരൂപണം. ആധുനിക നിരൂപണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക നിരൂപണം വളരെ ശക്തമായിട്ടുള്ളൊരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. ആദ്യകാലത്തൊക്കെ ചലച്ചിത്ര നിരൂപണം ഒരു മൂന്നാം കിട അല്ലെങ്കിൽ രണ്ടാം കിട ഏർപ്പാടായിട്ട് കരുതിയിരുന്ന ഒരു തലത്തിൽ നിന്നും ഇന്ന് സിനിമാ നിരൂപണത്തിന് വലിയൊരു സ്വീകാര്യതയും പ്രസക്തിയും ഉണ്ടെന്നാണ് പറയുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ ബ്ലോഗുകളിലൂടെയും അതുപോലെ തന്നെ മാസികകളിലൂടെയും ജേണലുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയകളിലൊക്കെ ഇന്ന് സിനിമയെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അശ്വന്ത് കോക്കിനെ പോലുള്ള ഓൺലൈൻ മീഡിയകളിലൂടെ പറയുന്നത്. ബ്ലോഗിലൂടെ എഴുതുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിരവധി ചലച്ചിത്ര മാസികകളിൽ എഴുതുന്ന ആളുകളുണ്ട്. ഒരുപാട് ഓൺലൈൻ ജേണലുകളിൽ സിനിമകളെ കുറിച്ച് എഴുതുന്ന ആളുകളുണ്ട്. ട്രൂ കോപ്പി പോലെയുള്ള ഓൺലൈൻ മീഡിയകളൊക്കെ ചലച്ചിത്ര നിരൂപണവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി കുറച്ച് ആധുനിക അല്ലെങ്കിൽ സമകാല നിരൂപണത്തിലെ ചില പ്രമുഖമായിട്ടുള്ള ചില കൃതികളെ കുറിച്ച് നമ്മളിവിടെ പറയുകയാണ്. തോട്ടം രാജശേഖരന്റെ സിനിമ മിഥ്യയും സത്യവും, വിജയകൃഷ്ണന്റെ ചലച്ചിത്രത്തിന്റെ പൊരുൾ, ചലച്ചിത്ര സമീക്ഷ, മാറുന്ന പ്രതിച്ഛായ, ചലച്ചിത്രം യാഥാർത്ഥ്യം, ലോക സിനിമ എന്നിവയൊക്കെ ചലച്ചിത്ര നിരൂപണത്തിനെ മുന്നോട്ട് നയിച്ച ഗ്രന്ഥങ്ങളാണ്, ആധുനിക ഗ്രന്ഥങ്ങളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയുടെ ലോകം, പി ഭാസ്കരന്റെ സിനിമ എന്നിവയൊക്കെ ഇതിന് ഒരു ഉദാഹരണങ്ങളാണ്, ഇതുപോലെ ഒരു ഉദാഹരണങ്ങളാണെന്ന് പറയുന്നത്. ആധുനിക സിനിമാ നിരൂപകരെ കുറിച്ചിട്ട് ആരൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ഉണക്കൂർ, അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, KG ശങ്കരപ്പിള്ള, അരവിന്ദാക്ഷൻ, പി ഭാസ്കരൻ, ജോൺ എബ്രഹാം, ഇവരൊക്കെ ആധുനിക ചലച്ചിത്ര നിരൂപകരാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സലാം കാരശ്ശേരി മറ്റൊരു പ്രമുഖനായിട്ടുള്ള ചലച്ചിത്ര നിരൂപകനാണ്. അദ്ദേഹം ലോക സിനിമകളെ കുറിച്ചിട്ടൊക്കെ ഒരു പഠന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഗ്രന്ഥമാണ് സിനിമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പേര് സിനിമ എന്നാണ്. അതുപോലെ തന്നെ കള്ളിക്കാട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ലോക സിനിമ ഒരു മുഖദർശനം എന്ന് പറയുന്ന കൃതി. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മുഴുവനായിട്ടൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മുഷിപ്പ് വരും. മാത്രമല്ല അത് കുറേ ആളുകളുടെ പേര് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവാനും ചാൻസ് ഉണ്ട്. ഇതിലിപ്പം പ്രമുഖരായിട്ടുള്ള ഒരു 4-5 ആളുകളുടെ പേരും അവരുടെ പ്രധാനപ്പെട്ട ബുക്കുകളുടെ പേരും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇനി ഈ എസ്സേ എഴുതാൻ താല്പര്യമുള്ളവർ, അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഒരു എസ്സേ വരിക വെച്ചാൽ അത് എഴുതാൻ കോൺഫിഡൻ്റ് ആണെന്നുള്ള ആളുകൾ ഈ രീതി അവലംബിച്ചാൽ മതി. പക്ഷെ ഞാൻ എപ്പോഴും പറയുക, ഈ ഒരു ഭാഗം എസ്സേ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം കമ്പാരിറ്റീവ്ലി ടഫാണ്. മറ്റൊരു ഭാഗം, അതായത് തിരക്കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ സിനിമ, നമുക്ക് 2 സിനിമ ഉണ്ട്, ചെമ്മീൻ, കാഴ്ച. ഈ 2
സിനിമകളെ കുറിച്ചിട്ടും ഒരു എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. അത് എടുക്കുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി സമകാല നിരൂപണത്തെക്കുറിച്ച് പറയുമ്പോൾ സുവർണ ചലച്ചിത്രങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് GS അനിൽകുമാറും അതുപോലെ തന്നെ രശ്മിയും എഴുതിയിട്ടുള്ള ഒരു പഠന ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. അതുപോലെ പുലിജന്മം, കുട്ടിസ്രാങ്ക്, ആദാമിൻ്റെ മകൻ അബു, വാനപ്രസ്ഥം, കഥാപുരുഷൻ, ഈ സിനിമകളെ കുറിച്ചൊക്കെ ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. സുവർണ ചലച്ചിത്രങ്ങളിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് സമകാല നിരൂപണത്തിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു നിരൂപണത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് സിനിമയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുക, എന്നിട്ട് സിനിമയെ ഒരു നല്ല രീതിയിലേക്ക്, ഒരു നല്ല ദിശാബോധം നൽകുക എന്നുള്ളതാണ് ചലച്ചിത്ര നിരൂപണത്തിൻ്റെ ആവശ്യകത. അതുപോലെ സിനിമയുടെ ഒരു പ്രേക്ഷകന്, ഒരു സാധാരണ പ്രേക്ഷകന് സിനിമയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കഥ മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷെ ആ സിനിമ യുടെ തീം എന്താണ്, ആ സിനിമയുടെ രാഷ്ട്രീയം എന്താണ്, ആ സിനിമയുടെ പ്രസക്തി എന്താണെന്നുള്ളതൊന്നും ആഴത്തിൽ, അല്ലെങ്കിൽ സിനിമയുടെ സാങ്കേതിക വശത്തെക്കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്യക്തിക്ക്, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകന് അറിയണമെന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് സിനിമയുമായിട്ട് സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ സിനിമയുടെ സാമൂഹ്യ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ് ഒരു ചലച്ചിത്ര നിരൂപകന്റെ അടിസ്ഥാന ധർമ്മം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ സിനിമയുടെ, അതുപോലെ തന്നെ ഒരു സിനിമയിൽ ചില സിനിമകളൊക്കെ കച്ചവട സിനിമകളായിരിക്കും. അപ്പോൾ കച്ചവട സിനിമകളെ ചിലപ്പോൾ ഒരുപാട് കച്ചവട സിനിമകൾ നിരന്തരം ഇറങ്ങിക്കഴിഞ്ഞാൽ ചലച്ചിത്ര നിരൂപകർ വിമർശിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കല എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനുഷിക മോചനത്തിനും ഒരു മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറ്റാനുമാണ്. അപ്പോൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങളൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു കല കലയാവുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തും ഒരു ചലച്ചിത്ര നിരൂപകൻ, ഒരു നല്ല മികച്ച ചലച്ചിത്ര നിരൂപകൻ ഓർമ്മപ്പെടുത്തും എന്നുള്ളത് കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. അതായത് 2 തിരക്കഥ പഠിക്കാനുണ്ട് നമുക്ക്. 2 തിരക്കഥാ പഠനം പഠിക്കാനുണ്ട്. ഒന്ന് ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും പിന്നെ ഒന്ന് കാഴ്ച എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഈ 2 സിനിമയും നിങ്ങൾ കാണുക എന്നുള്ളതാണ്. കാരണം ഈ സിനിമയുടെ കഥ എഴുതിയാൽ തന്നെ ഇതിൽ നമുക്ക് ഒരു ഹാഫ് മാർക്കോളം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ചെമ്മീൻ എന്ന് പറയുന്ന തിരക്കഥയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ 1965 ഇറങ്ങിയതാണ്. സംവിധാനം ചെയ്ത രാമു കാര്യാട്ടാണ്. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നിർമ്മാതാവ് കൺമണി ഫിലിംസ് ആണ്. ഇതിൻ്റെ കഥ നമുക്കറിയാം, തകഴി ശങ്കരപ്പിള്ളയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തിരക്കഥയും സംഭാഷണവും SL പുരം സദാനന്ദനാണ്. ഛായാഗ്രഹണം ഇവിടെ മാർക്കസ് ബ്രെറ്റ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ്. സംഗീതം സലീൽ ചൗധരിയാണ്. എഡിറ്റിംഗ് ഋഷികേശ് മുഖർജിയാണ്. ഇതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ സത്യൻ, മധു, ഷീല, കൊട്ടാരക്കര ശ്രീധരൻ നായർ, അടൂർ ഭവാനി, SP പിള്ള, അടൂർ പങ്കജം മുതലായവരാണ് ഇതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ എന്നാണ് പറയുന്നത്. ഈ ചെമ്മീൻ സിനിമ ഒരു കടലോര പ്രദേശത്തെ പശ്ചാത്തലമാക്കിയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. മുക്കുവരുടെ ഒരു സംസ്കാരത്തെക്കുറിച്ച് ഈ സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കടലമ്മ എന്താണെന്നും കടലിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മുക്കുവരുടെ ജീവിതകഥയാണ് ഇതിൽ പ്രമേയവൽക്കരിക്കുന്നത്. ഈ സിനിമയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് ഷീലയും അതുപോലെ തന്നെ സത്യനും അതുപോലെ തന്നെ മധു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതിൽ സത്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അതാണ് പഴനി എന്ന് പറയുന്ന കഥാപാത്രമാണ് സത്യൻ്റെ റോൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഷീലയുടെ റോൾ ചെയ്യുന്നത് കറുത്തമ്മയാണ്. മധുവിൻ്റെ റോൾ ചെയ്യുന്നത് പരീക്കുട്ടിയാണ്. അപ്പോൾ ഈ പളനിയും ഷീലയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലെ ചെമ്പൻകുഞ്ഞ് എന്ന് പറയുന്ന നമ്മുടെ കറുത്തമ്മയുടെ പിതാവ്. എന്നാൽ കറുത്തമ്മയ്ക്കും പരീക്കുട്ടിക്കും ഒരു പൂർവ്വകാല പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രണയത്തെ ഇവിടെ വഞ്ചിച്ചിട്ടാണ് ചെമ്പൻകുഞ്ഞ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിവാഹം കഴിപ്പിച്ചയക്കുന്നത്. ചെമ്പൻകുഞ്ഞ് പരീക്കുട്ടിക്ക് ഒരുപാട് കാശ് കടം കൊടുക്കാനുണ്ടെന്ന് നമുക്ക് ഈ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചെമ്പൻകുഞ്ഞിനെ തോണിയും അതുപോലെ തന്നെ ബോട്ടും വലയും
വീടും ഒക്കെ ഉണ്ടാവുന്നത് ഈ പരീക്കുട്ടി തന്ന കാശ് കൊണ്ട് ബിസിനസ് നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പരീക്കുട്ടിയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവസാനം ഇതിൽ ചെമ്പൻകുഞ്ഞ് എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഭ്രാന്തൊക്കെ ഉണ്ടായി കടലോരത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാം. അതുപോലെ തന്നെ ഷീല ഷീലയും പളനിയും തമ്മിൽ വഴക്കുണ്ടാവും വിവാഹത്തിന് ശേഷം, കുഞ്ഞുണ്ടായതിനു ശേഷവും. കാരണം ഈ പൂർവ്വകാല പ്രണയ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ്, എന്നിട്ട് ഈ പളനി കടലിൽ ഒരു ദിവസം മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു കൊമ്പൻ സ്രാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവിടെ ഒരു മഴയും ആ സമയത്ത് വരുന്നു. അങ്ങനെ ഇവിടെ പളനി മരിക്കുന്ന ഒരു ഭാഗത്താണ് ഇതിലെ ക്ലൈമാക്സ് വരുന്നത്. ഇതിലെ കറുത്തമ്മയും അതുപോലെ തന്നെ പരീക്കുട്ടിയും അവരും ഇതിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദുരന്ത പര്യവസാനമാണ് ചെമ്മീൻ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കഥയുടെ ഒരു പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഈ സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ചില ഭാഗങ്ങളെയാണ് ആദ്യത്തെ ചില സീനുകളെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഒരു കടലിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച്, ഒരു കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഒരു ജീവിത പശ്ചാത്തലം വളരെ നന്നായിട്ട്, അതും കളർ ദൃശ്യാനുഭവത്തിലൂടെ തന്നെ ചിത്രീകരിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ വൈകാരിക രംഗങ്ങളും വരുന്ന സന്ദർഭങ്ങളിൽ കടലിൻ്റെ തിരമാലകളുടെ അലയടികളായിട്ടാണ് പശ്ചാത്തലത്തിൽ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യൻ്റെ ഉദയാസ്തമയങ്ങളും ഇതിലെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഉയർച്ച താഴ്ചകളെയൊക്കെ കാണിക്കുന്ന രംഗങ്ങളാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ കടൽ കാക്കകളുടെ ശബ്ദമിട്ടിട്ടുള്ള പറക്കലൊക്കെ ചാകര വരുന്നതിൻ്റെ സൂചനയായിട്ടൊക്കെ ഈ ക്യാമറയിൽ പകർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോ സീനും ഈ കഥയുമായിട്ട് ബന്ധമുള്ള രീതിയിൽ തന്നെയാണ് ചിത്രീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത്. അതുപോലെ കടലിൽ മീൻ പിടിക്കുന്നവരുടെ തൊഴിൽ ദൃശ്യങ്ങളോടെയാണ് ചെമ്മീൻ സിനിമ ആരംഭിക്കുന്നത് തന്നെ. ചാകരയെ സൂചിപ്പിക്കുന്നതിനായിട്ട് കടൽക്കാക്കകൾ പുറംകടലിൽ കൂട്ടമായി പറക്കുന്നതിൻ്റെ ദൃശ്യം, അതുപോലെ തന്നെ മത്സ്യം നിറഞ്ഞ വള്ളങ്ങളുമായിട്ട് കരയിലേക്ക് തുഴയുന്ന തൊഴിലാളികളുടെ ദൃശ്യം, കരയിലെ മത്സ്യവിപണനത്തിൻ്റെ തിരക്ക്, നിറഞ്ഞ മീൻ കുട്ടകൾ, അതുപോലെ തന്നെ മറ്റ് തൊഴിലാളികളെ കുറിച്ച് ഒക്കെയാണ് ആദ്യത്തെ സീനുകളിൽ പറയുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഈ തിരക്കഥയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഒരു ട്രാജഡിക് എൻഡ് എന്നുള്ളതാണ് ഈ തിരക്കഥയിൽ വിവരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇതിലെ പരീക്കുട്ടിയും അതുപോലെ തന്നെ കറുത്തമ്മയും തമ്മിലുള്ള പ്രണയം. പക്ഷെ അത് മുക്കുവരെ സംബന്ധിച്ച് ഒരു അന്യസമുദായക്കാരെ, അല്ലെങ്കിൽ മുക്കുവനല്ലാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കടലിലൊരു അലിഖിത നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ തുറമുടിയും ആ കുടുംബക്കാർ സ്വാഭാവികമായിട്ട് ആ തുറയിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് അവിടെ നിന്നും പോകേണ്ടി വരും എന്നുള്ള ഒരു ദുഃഖ യാഥാർത്ഥ്യമൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച തൻ്റെ റോൾ അവതരിപ്പിച്ച ഒരു കാര്യമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഓരോ കഥാപാത്രവും വളരെ തന്മയത്വത്തോടെ തങ്ങൾക്ക് കിട്ടിയ റോള് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ചെമ്മീൻ എന്ന് പറയുന്ന തിരക്കഥയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കാഴ്ച എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥയെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. കാഴ്ച എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ബ്ലസ്സിയാണ്. നമ്മുടെ ആടുജീവിതമൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. നിർമ്മാതാവ് സേവി മനോ മാത്യു നൌഷാദ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. അതുപോലെ തന്നെ ക്യാമറ അഴകപ്പനാണ്. എഡിറ്റർ രാജാ മുഹമ്മദാണ്. സംഗീതം മോഹൻ സിത്താരയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലെ മുഖ്യ അഭിനേതാക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലെ നായക കഥാപാത്രമായിട്ട് വരുന്നത് മമ്മൂട്ടിയാണ്. അതുപോലെ മമ്മൂട്ടിയുടെ നായികയായിട്ട് പത്മപ്രിയ വരുന്നുണ്ട്. യാഷ്, അതുപോലെ തന്നെ മാളവ്യ, സനുഷ, ഇന്നസെന്റ്, മനോജ് കെ ജയൻ തുടങ്ങിയ കഥാപാത്രങ്ങളാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അഭിനേതാക്കളായിട്ട് വരുന്നത്. നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ചെമ്മീൻ. പോലെ തന്നെ ചെമ്മീൻ ആദ്യത്തെ സ്വർണ്ണ മെഡലൊക്കെ നേടിയിട്ടുള്ള, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലൊക്കെ നേടിയിട്ടുള്ള സിനിമയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ ഈ കാഴ്ചയും ഫിലിം ഫെയർ അവാർഡുകളും
സംസ്ഥാന സർക്കാരിൻ്റെ ജനപ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ള സിനിമകളാണ് ഈ കാഴ്ച എന്ന് പറയുന്ന സിനിമ എന്നാണ് പറയുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമ നിങ്ങൾ കാണണം. ഈ സിനിമ ഒരു കുടുംബ പ്രമേയം ആയിട്ടുള്ള അവതരിപ്പിച്ച ഒരു സിനിമയാണ്. അതായത് ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. ആ ഭൂകമ്പത്തിൽ ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ടതായിട്ട്, ഒരു കുടുംബത്തിലെ ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ടിട്ട് ഈ കേരളത്തിലേക്ക് എങ്ങനെയോ കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ ഈ തിരക്കഥയിൽ പറയുന്ന ആദ്യത്തെ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. ആ കുട്ടിയെ ഇവിടെ മാധവൻ എന്ന് പറയുന്ന കഥാപാത്രം കൈകാര്യം ചെയ്യുന്ന മമ്മൂട്ടി ഏറ്റെടുക്കുകയും കുറേ കാലം സംരക്ഷിക്കുകയും പിന്നീട് നാട്ടുകാരുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ഒക്കെ സമ്മർദ്ദ ഫലമായിട്ട് ആ കുട്ടിയെ തിരിച്ച് ഗുജറാത്തിലേക്ക് തന്നെ എത്തിക്കുകയും, പക്ഷേ ആ കുട്ടിക്ക് തൻ്റെ രക്ഷിതാക്കളെ അവിടെ നിന്ന് കണ്ടെത്താനാവാത്തൊരു അവസ്ഥ സംജാതമാവുകയാണ് ചെയ്യുന്നത്. കാരണം അവരെല്ലാവരും അവിടെ കൊല്ലപ്പെട്ടിരുന്നു ആ ഭൂകമ്പത്തിൽ. ഈ കുട്ടി അങ്ങനെ ഒരു അനാഥനാവുന്നൊരു വളരെ ഒരു സങ്കടം നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചെമ്മീൻ പോലെ തന്നെ ഒരു ട്രാജഡിക് എൻഡ് ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമ ആർക്കും കണ്ണ് നനയാതെ നമുക്ക് കണ്ടു തീർക്കാനാവില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന പ്രത്യേകത. കാരണം ആ കുട്ടിയുടെ ദൈന്യതയൊക്കെ അതുപോലെ തന്നെ മമ്മൂട്ടി ആ ഒരു ദുഃഖത്തെയൊക്കെ വളരെ തന്മയത്വത്തോടു കൂടി ഇതിൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ആ കുട്ടിയുടെ സങ്കടമൊക്കെ, ആ കുട്ടിയെ മമ്മൂട്ടിക്ക് ദത്തെടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഗുജറാത്തിലുള്ള ആ ഗുജറാത്തിലെ കച്ചിലെ ഉദ്യോഗസ്ഥർ അതിന് സമ്മതിക്കുന്നില്ല. മാത്രമല്ല ആ കുട്ടിയുടെ പിതാവ്, രക്ഷിതാക്കൾ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ആ കുട്ടിയെ അവിടെ ഒരു റെസ്റ്റ് ഹൗസിൽ അവിടെ താമസിപ്പിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് എന്നതാണ് നമ്മൾ പറയുന്നത്. ഒരു സംഭവബഹുലമായിട്ടുള്ള കഥയല്ല കാഴ്ച എന്ന് പറയുന്ന സിനിമ പ്രതിനിധാനം ചെയ്യുന്നത്. വളരെ സ്ലോയിൽ പോയിട്ട് ഒരു പീക്ക് എൻഡിൽ, ഒരു വളരെ ഇമോഷണൽ എൻഡിൽ അവസാനിക്കുന്ന ഒരു സിനിമയാണെന്നാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമയിൽ വലിയ ഹാസ്യരംഗങ്ങളൊന്നുമില്ല. കൂടുതലും ഇമോഷണൽ രംഗങ്ങൾ, വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കാണിക്കുന്ന രംഗങ്ങളാണെന്നാണ് പറയുന്നത്. ആ കുട്ടി ഗുജറാത്തിൽ നിന്നും കച്ചിൽ നിന്നും വന്ന കുട്ടി കുട്ടനാട്ടിലെ ഏവരുടെയും പ്രിയപ്പെട്ട ഒരു കുട്ടിയായി മാറുന്നതിൻ്റെ രംഗമൊക്കെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള രംഗങ്ങളാണെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ഈ സിനിമയിൽ വളരെ തന്ത്രപൂർവ്വം, വളരെ മികവോടെ പകർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ദൃശ്യഭംഗിയൊക്കെ. അതുപോലെ തന്നെ ഈ കച്ചിലെ ഭൂകമ്പത്തിൻ്റെ രംഗങ്ങളും ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുള്ള ഭൂകമ്പത്തിൻ്റെ ഭീതി ഉണർത്തുന്ന ദൃശ്യങ്ങളൊക്കെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ ഇതിലെ അനാഥനായിട്ട് വരുന്ന ബാലനിലുണ്ടാക്കുന്ന ഭയത്തെയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ക്യാമറയിലൂടെ പകർത്തിയതായിട്ട് നമുക്ക് ഇതിൽ അനുഭവപ്പെടും. നമുക്ക് തന്നെ ആ സങ്കടം നമ്മുടെ മനസ്സിലൊക്കെ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓരോ സീനുകളും ഈ സിനിമയിലെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ തന്നെ ചിത്രീകരിച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിൽ സ്ഫടികത്തിൽ മോഹൻലാൽ പോലീസിനെ ഇടിക്കുന്ന രംഗവും അതുപോലെ തന്നെ സ്ഫടികത്തിൽ കോറിയിൽ നിന്ന് കല്ല് പൊട്ടിക്കുന്ന ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന ഇതിലെ ഗുജറാത്തി ബാലന് പെട്ടെന്ന് തൻ്റെ കച്ചിൽ ഉണ്ടായ ഭൂകമ്പാനുഭവങ്ങൾ വരികയും ആ ഓർമ്മകൾ അനുഭവപ്പെടുകയും അവിടെ നിന്ന് ആ കുട്ടിക്ക് ചുഴലി വരുന്ന രംഗമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ വൈകാരികത നിലനിർത്തിക്കൊണ്ട് ചിത്രീകരിച്ചൊരു സിനിമയാണ് ഈ കാഴ്ച എന്ന് പറയുന്ന സിനിമ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ കാഴ്ചയുടെ തിരക്കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സിനിമ നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ ഈ ഒരു 4th മൊഡ്യൂളിൽ ആകെ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സാമിൽ നല്ല മാർക്കോട് കൂടി എല്ലാവരും പാസ്സാവണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.